ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാധൂസ് ഫുഡ് കോർട്ട് ആൻഡ് വീലോഗ്സ്. അപ്പോൾ എല്ലാവരും ഓണം പാച്ചിൽ തുടങ്ങി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറെടുപ്പൊക്കെ തുടങ്ങി കാണും. നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഉള്ളത് വെച്ച് ഓണം. അപ്പോൾ നമുക്ക് നമ്മളുടെ ചാനലിൽ സീരീസ് തുടങ്ങാറായി. എല്ലാവരും ഒഴുക്കിനൊത്ത് നീന്തണ്ടേ. സോ ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇതിപ്പോൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എന്തിനാ, റെസിപ്പി ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ. ശരി, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ആയിക്കോട്ടെ, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഞാൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് ബ്രാഹ്മിൺസിൻ്റെ പിക്കിൾ പൊടി ഉപയോഗിച്ചാണ്. വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് വീട്ടിലുള്ള നാരങ്ങ എല്ലാം എടുത്ത് വെച്ചോളൂ. ഒരു പാൻ ചൂടാക്കി അതിലോട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം അച്ചാർ ഉണ്ടാക്കാൻ. പിന്നെ ചിലരൊക്കെ ഒലിവ് ഓയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ബട്ട് എനിക്കത് അറിയില്ല. ഞാൻ നാരങ്ങ അച്ചാർ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലെണ്ണ ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി നാരങ്ങ എടുത്ത് വയ്ക്കാം. എന്നിട്ടത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ച നാരങ്ങയാണ്. നമ്മൾ എണ്ണ ചൂടാക്കി പാനിലോട്ട് ആ നാരങ്ങ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് അത് തണുക്കാൻ വയ്ക്കാം. എളുപ്പമാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് വയ്ക്കാവുന്നതാണ്. സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറേ നാളത്തേക്ക് നിൽക്കും. സോ നാരങ്ങയൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ അല്ലേ, പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ മാംഗോയുടെ സീസണൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് നാരങ്ങയാണ്. അപ്പോൾ നാരങ്ങ വെച്ചിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നാരങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് വേഗമൊന്നും വേണ്ട, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കും. മുഴുവനായിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമ്മൾ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നാരങ്ങ നമുക്ക് ചെറിയ ചെറിയ അച്ചാറിൻ്റെ പരുവത്തിലോട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിൻ്റെ നീരൊന്നും കളയണ്ട, നമുക്ക് അച്ചാറിൽ അതൊക്കെ യൂസ് ചെയ്യാം. ആരും അത് ഡിസ്കാർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പിക്കിൾ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ആദ്യം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കല്ലുപ്പാണ് അച്ചാറിനൊക്കെ കുറച്ചുകൂടി നല്ലത് കേട്ടോ. അത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കിട്ടാൻ പാടുണ്ട്, വീട്ടിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഉപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിക്കിൾ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് പിക്കിൾ പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ബ്രാഹ്മിൺസിൻ്റെ ഉപയോഗിച്ചതേ ഉള്ളൂ. എനിക്കിതാണ് ഇഷ്ടം. ഇത് നല്ല ടേസ്റ്റാണ്. ഞാനിത് മാങ്ങ തൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഇപ്പോൾ നെല്ലിക്കയ്ക്കും ഉണ്ടാക്കി യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നാരങ്ങയ്ക്ക്. അപ്പോൾ എല്ലാത്തിനും എനിക്ക് നന്നായിട്ട് വരാറുണ്ട് പിക്കിൾ. സോ ഞാൻ ഈ പിക്കിൾ പൗഡർ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് പിക്കിൾ പൗഡർ ആഡ് ചെയ്യുന്നത് കൂട്ടിയും കുറച്ചും കൊടുക്കാം കേട്ടോ. നമ്മുടെ സദ്യക്കൊക്കെ എത്ര ഐറ്റംസ് ഉണ്ടെങ്കിലും ഒരു അച്ചാർ കൂട്ടി ലാസ്റ്റിലൊന്ന് കഴിക്കണം അല്ലേ. ഇത്തിരി മോരും അച്ചാറും ഒക്കെ കൂട്ടി കഴിച്ചാലല്ലേ നമ്മുടെ സദ്യയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. സോ അച്ചാറൊക്കെ ആദ്യമേ ഉണ്ടാക്കി വെച്ച് സ്റ്റോർ ചെയ്താൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ഹറിബറി ഒഴിവാക്കാം. സോ വെൽ പ്ലാൻഡായിട്ട് ചെയ്താൽ നമുക്ക് നല്ലൊരു സദ്യ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്കിൾസ് ഒക്കെ ഉണ്ടാക്കി വെച്ച് സ്റ്റോർ ചെയ്തോളൂ. നാരങ്ങ, മാങ്ങ എല്ലാം. സോ നമ്മുടെ പിക്കിൾ റെഡിയായി. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ നാരങ്ങ അച്ചാർ. പിക്കിൾ പൊടി മാത്രം വാങ്ങിച്ച് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് പിക്കിൾ പൊടിയും ഉണ്ടാക്കാം. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ഒരു റെസിപ്പി പറഞ്ഞുതരാം, എങ്ങനെ ഹോം മെയ്ഡ് പിക്കിൾ പൊടി ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ലാസ്റ്റിലായിട്ട് ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നല്ലെണ്ണ ചൂടാക്കി ഒഴിക്കണം. എന്നാലേ പിക്കിൾ കേടുകൂടാതെ ഇരിക്കുള്ളൂ. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണയിൽ വേണം
എണ്ണ കുറച്ച് മേളിൽ നിന്നാലും കുഴപ്പമില്ല, പിക്കിൾ കേടുകൂടാതെ ഇരിക്കും. ഇത് നമുക്ക് നല്ല ഗ്ലാസ് ബോട്ടിലിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എത്ര ദിവസം വേണേലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് Radhu's Food Court and Vlogs. See you in the next recipe soon. Keep supporting. Bye bye.